ഇന്ത്യയും ബ്രിട്ടനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ കാർഷിക മേഖലയ്ക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് കേരള അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റി ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ. കേരളത്തിലെ ഇടുക്കി പോലുള്ള കാർഷിക ജില്ലകൾക്ക് ഗോൾഡൻ ചാൻസാണ് സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ തുറന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യം പ്ലാന്റേഷൻ ഉൽപ്പന്നങ്ങൾക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും പച്ചക്കറികൾക്കുമെല്ലാം പൂർണ്ണമായി തീരുവ എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. തീരുമാനം നടപ്പിലാകാൻ ഒരു വർഷം എടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ രണ്ട് രാജ്യങ്ങളും ചേർന്നെടുത്തുള്ള നിലപാടുകൾ തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമാണ്. അതിനേക്കാൾ ഉപരി ഇന്ത്യക്ക് ഏറെ ഗുണകരമായ ഒരു കാര്യങ്ങളാണ് ഇന്ന് തീരുമാനമായിട്ടുള്ളത്. അതിൽ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന ഉൽപ്പന്നമാണ് കുരുമുളകും അതുപോലെ തന്നെ മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും. അതോടൊപ്പം തന്നെ പ്ലാന്റേഷൻ കോർപ്സ് ആയിട്ടുള്ള കാപ്പി, തേയില തുടങ്ങിയ ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ത്യയുടെ ഏറ്റവും വിശിഷ്ടമായ ഉൽപ്പന്നമായി വിദേശ രാജ്യങ്ങൾ വിലയിരുത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇല്ലാതാക്കി കയറ്റുമതിക്ക് സാധ്യത വരുത്തുന്നു എന്നുള്ളതാണ് ഏറെ ആഹ്ലാദകരമായിട്ടുള്ള കാര്യം, ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ ഇന്ന് കേരളത്തിന്, പ്രത്യേകിച്ച് കേരളത്തിന് അത് കഴിയും. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് IT രംഗത്ത് കേരളത്തിന്റെ യുവജനത വളരെയേറെ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടുള്ള